എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ അടുത്ത ദിവസങ്ങൾ വരുന്ന വിശേഷങ്ങളൊക്കെ രേവതിയുടെ സച്ചിയുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം. അങ്ങനെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടു സച്ചി രേവതിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ്. കാരണം ആടിമാസമാണ്. ആടിമാസത്തെ രണ്ടുപേരും തമ്മിൽ പിരിച്ചു വെക്കാനായിട്ട് ചന്ദ്രമതിയുടെ ഓരോ നമ്പറുകളൊക്കെ ആയിരുന്നു അതൊക്കെ. പക്ഷേങ്കിൽ സച്ചി അങ്ങനെ രേവതിയുടെ അടുത്ത് വന്നു. അങ്ങനെ രേവതിയുടെ അടുത്ത് വന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ഉറക്കം വരുന്നുണ്ട്. സച്ചി അവിടെ പോയി കടന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. കാരണം സച്ചി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷെങ്കിൽ ചന്ദ്രമതി ചേച്ചി എന്തെങ്കിലും വഴക്ക് പറയോ. ആടിമാസം ആയതുകൊണ്ട് രണ്ടുപേരും മാറി നിൽക്കണമെന്നും പറഞ്ഞോണ്ടാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. പിന്നെ സച്ചി ഇങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞാൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട്. അങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ സമയത്ത് സച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു. സച്ചിക്ക് ഒരു ഓട്ടം വന്നാണ്. അങ്ങനെ സച്ചി പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും രേവതി പറഞ്ഞു, ഞാൻ ചായ വെച്ചോണ്ട് തരാന്ന് പറയണം. ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ചായ ഒന്നും കൊടുക്കണ്ട, അവൻ ഇത്രയും പെട്ടെന്ന് പോട്ടെ. ഓഹോ, അതെന്ത് വർത്താനമ്മ പറയണേ. ഒന്ന് ഇച്ചിരി ചായ കുടിച്ചിട്ട് പോകണം, നല്ലതല്ലേ, ശരീരത്തിന് എനിക്ക് ഒരു ഉന്മേഷം കിട്ടുമല്ലോ എന്ന് പറയാം. അത്ര സമയം കൂടെ വെറുതെ ഇവിടെ നിൽക്കണ്ടേന്ന് പറയണം. അങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞു. ഇപ്പൊ രേവതിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. പക്ഷെ അന്നും മൈൻഡ് ചെയ്യാതെ രേവതി പോയി ചായ വെക്കാൻ തുടങ്ങുക. ഈ സമയത്ത് സച്ചി എന്ത് ചെയ്യുവാണ്, പോയി മോഹമൊക്കെ ഒന്ന് കഴിയിട്ട് വന്ന് ഓട്ടം പോ റെഡിയായിട്ട് അങ്ങ് എടുത്തുവേണം. സച്ചി പറഞ്ഞത് ചായ എനിക്ക് വേണ്ട, ഞാൻ പോയിക്കൊള്ളാന്ന് പറയണം. എന്നാലും അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ഇറങ്ങുവാണ്. ഈ സമയം രേവതി പറഞ്ഞു, ഞാനും വരാം വഴിയെന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ പുറകെ അങ്ങോട്ട് പോവാം. പിന്നീട് സച്ചി പറഞ്ഞു, അതെ വൈകുന്നേരം കറിയൊക്കെ ബാലൻസ് ഉണ്ടാവുമല്ലോ അല്ലേന്ന് ചോദിക്കണം. അതെന്താ അങ്ങനെ വെച്ചാൽ, അല്ല ഓട്ടം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ. ആണോ, അത് കുഴപ്പമൊന്നുമില്ല, സച്ചി ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാന്ന് പറയാണ്. അങ്ങനെ സച്ചി പോയി കാറൊക്കെ ഒന്ന് തൂത്തുടച്ച് ഓട്ടന്മാർ റെഡിയാവുകയാണ്. ഈ സമയത്താണ് സച്ചി ആ കാഴ്ച കാണുന്നത്. കാരണം പുറയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ ഗജാനന്ദന്റെ ഗുണ്ടകൾ രണ്ടാവന്മാർ നിൽക്കുന്നുണ്ട്. ഓഹോ, ഇമാരെന്താ ഇവിടെ പമ്മി നിൽക്കുന്നത്, എന്തേലും ഒരു കാരണം കാണും. താൻ ഇവിടെ വന്നും രേവതി ഇവിടെ ഉള്ളതൊക്കെ അറിഞ്ഞു കാണും. ഒരു പക്ഷേങ്കില് താൻ ഇന്നിവിടുന്ന് പോയിട്ടുണ്ടേ ശരിയാവത്തില്ല. മിക്കവാറും രേവതി ഇവിടെ വന്നെന്നറിഞ്ഞ ഗജാനന്ദൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതൊരിക്കലും നടന്നുകൂടാ. അപ്പൊ ഒരു പണി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. പിന്നീട് രേവതി അങ്ങോട്ട് വന്ന് സച്ചിയോട് പറഞ്ഞു, അതെ എന്നാ ശരി വൈകുന്നേരം കാണാന്ന് പറയാണ്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, എന്റെ വാച്ച് നീ എടുത്തോണ്ട് വരാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, സച്ചിയുടെ വാച്ച് എടുക്കാൻ രേവതി അകത്തേക്ക് പോയി. അകത്തേക്ക് പോയ സമയത്ത് സച്ചി നേരെ മഹേഷിനെ വിളിച്ചു. മഹേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മഹേഷേ, അതെ ഒരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ അഡ്രസ്സ് ഇട്ടുതരാം, നീ അവിടെ ഒന്ന് ചെയ്യുന്ന അവരിന്ന് പിക്ക് ചെയ്യണമെന്ന് പറയാം. ഓ ശരി ശരി, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാം. അല്ല ഇപ്പൊ നീ എവിടെയാടാ? അതെ ഞാൻ രേവതിയുടെ അടുത്ത് വരെ വന്നാന്ന് പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് രേവതി അകത്തേക്ക് കയറുന്നു. എന്താ സച്ചി പോയോന്ന് ലക്ഷ്മിയമ്മ സന്തോഷത്തോടെ ചോദിക്കുക. പോയിട്ടില്ല, വാച്ചെടുക്കാൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നേന്ന് പറയണം. ഓ സമാധാനമായി, ഇപ്പൊ തന്നെ പോയിക്കോളൂല്ലോ, ഇനി ഇപ്പൊ ആ ചന്ദ്രമതി ചേച്ചിയുടെ വായിരിക്കുന്നതും കേൾക്കണ്ട. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് തിരികെ വരുന്നതേ. എന്താ മോനെ, എന്ത് പറ്റി ഇങ്ങോട്ട് തിരികെ വന്നേ? വാച്ചെടുക്കാൻ വന്നാണോ? വാച്ച് രേവതി മോളങ്ങ് എടുത്തോണ്ട് വരുമല്ലോ. അല്ലമ്മേ ഞാൻ പോയില്ല എന്ന് പറയും. പോയില്ല എന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ട് ഇരിക്കുക. എന്ത് പറ്റി മോനെ പോവാത്തെ? ഓ എന്താന്ന് അറിയത്തില്ല, ഞാൻ പോയില്ല, വേറെ ഓട്ടം വിളിച്ച് വിട്ടു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മഹേഷിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയാം. അല്ല മോനെ, ഇങ്ങനെ വരുന്ന ഓട്ടോ ഒക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? അതൊന്നും കുഴപ്പമില്ല, ഒരു ദിവസം ഇപ്പൊ ഓട്ടം പോയില്ലെന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. പിന്നീട് സച്ചി പറഞ്ഞു, രേവതി എന്നാ ചായ എടുത്തോളാൻ പറയാം, ഇനിയിപ്പൊ ചായ കുടിച്ച് സമാധാനത്തോടെ ഇരിക്കാലോ. ഇത് രേവതിക്ക് അങ്ങോട്ട് സന്തോഷമായി. ലക്ഷ്മിയമ്മയ്ക്കാണ് വല്ലാത്ത വെപ്രാളം. എന്റെ ഭഗവാനെ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് ലക്ഷ്മിയമ്മ രേവതിനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയി. എടി അവനെ എങ്ങനെയെങ്കിലും നീ ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അമ്മ എന്ത് വർത്താനം അമ്മ പറയണേ? എങ്ങനെ ഞാൻ സച്ചേനെ പറഞ്ഞു വിടുന്നേ? എടി അതല്ലടി, ആടിമാസം ആണെന്ന് പറഞ്ഞ് ഇപ്പൊ അടുത്ത പ്രശ്നം ഉണ്ടോ? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാം. ഈ സമയത്ത് സച്ചിക്ക് രേവതി പിന്നീട് ചായ കൊണ്ട് കൊടുക്കുവാണ്. ചായയൊക്കെ കുടിച്ചോണ്ടപ്പോ ചന്ദ്രവതി ചോദിച്ചു, അല്ല മോനെ പോന്നു കഴിഞ്ഞപ്പോ അച്ഛനൊന്നും പറഞ്ഞില്ലേ മോനോട്? എന്താ? അല്ല ചെല്ലുന്നതിനെ കുറിച്ചൊന്നും ആടിമാസം അല്ലേ, അതുകൊണ്ട്. ഓ അങ്ങനെ. അല്ല ഞാന് മുമ്പ് അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു രേവതിയുടെ അടുത്താന്ന്. ഓഹോ അങ്ങനെ. അന്നെങ്കില് ചെന്ന് കഴിയുമ്പോ രേവതി ഉണ്ടാക്കിയ കറിയൊക്കെ ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് ഓർത്തോണ്ടാ വിളിച്ചേ. അപ്പൊ ഇനിയിപ്പൊ പോണോ വേണ്ടെന്ന് എനിക്കൊരു സംശയമാന്ന് പറയാണ്. ഇത് കേട്ട ലക്ഷ്മിയമ്മയുടെ നെഞ്ചൊന്ന് അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അല്ല അച്ഛൻ ചെല്ലാൻ പറഞ്ഞല്ലേ, അതൊന്നും കുഴപ്പമില്ലാന്നേ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അനുസരിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് വീണ്ടും ടെൻഷൻ. ദൈവം എന്നിങ്ങനും പോവായിരുന്നിട്ടുണ്ടെങ്കിൽ ചന്ദ്രമ ചേച്ചി എങ്ങനെ വിളിച്ചിട്ടുണ്ടെ തീർന്നു. അമ്മ എന്തിനാ വിഷമിക്കണേ? അമ്മ ഇത് വിഷമിക്കൊന്നും വേണ്ട, ദേ ഞാൻ ഇന്ന് പോണേ ഇല്ലെന്ന് പറയണം. ചന്ദ്രമതിയുടെ
ചന്ദ്രമതിയുടെ മുഖം ഓർത്ത് കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടാനാ തോന്നിയത്. ഇനിയിപ്പോ ഇതിന്റെ എല്ലാം കേട് തീർക്കുന്ന അവര് തന്റെ മോളുടെ മേത്തായിരിക്കും, തന്റെ മോളോടായിരിക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ വല്ലാത്ത ടെൻഷൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും, എങ്ങനെ ഇവനെ പറഞ്ഞുവിടും? പിന്നീട് സച്ചി പറഞ്ഞു, അതെ എന്നാ ഞാൻ പോയി കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറയാണ്. പിന്നെ സച്ചി ഞങ്ങൾ പോയി കിടക്കണം. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയുടെ വിചാരം എന്താ, വൈകുന്നേരം ആയി കഴിയുമ്പോഴെങ്കിലും പോകുന്ന ഓർത്താ. പക്ഷെ എന്ത് ചെയ്യാനാ, പോയില്ല. സച്ചി വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ചിരിക്കുവാണ്. ഈ സമയം ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ അതെ വൈകുന്നേരം ആയില്ലേ, ഇനിയിപ്പം കുഴപ്പമില്ല, ഇനിയിപ്പം വീട്ടിലേക്ക് നിനക്ക് പോകാനല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അല്ലമ്മ ഇനിയിപ്പോ ഇന്നത്തേക്ക് ഓട്ടോ ഒന്നും വരത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അല്ല മോനെ മുറിയൊക്കെ ആണെങ്കിൽ ഫാനും ഇല്ല, നല്ല ചൂടൊക്കെ ഉണ്ടെന്ന് പറയണം. അതാണോ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല, ഞാൻ ടെറസാലാണെങ്കിലും പോയി കിടന്നോളാം, എനിക്ക് ഈ ചൂടൊന്നും അധികം പ്രശ്നമുള്ള കാര്യമില്ല. അതെ രേവതി, നീ ഒരു കാര്യം ചെയ്യും, ഒരു പായം തലവണയും കൂടെ എടുത്തു, ഞാൻ ആ ടെറസിൽ കിടന്നോളാന്ന് പറയണേ, നീയും കൂടെ അങ്ങോട്ട് വരാൻ പറയാം. ലക്ഷ്മിയമ്മയ്ക്ക് പൂർത്തിയായി. എന്റെ ദൈവമേ, പട വെടിച്ച് പന്തളത്തി വന്നപ്പോ പന്തംകുളത്തി പ്രകടനം എന്ന് പറഞ്ഞോണക്ക ഇവൻ എങ്ങനെയാലും പോകുന്നു കരുതിയിരുന്നപ്പോ ആണ്ടെ അവളെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. സച്ചി ഇതും പറഞ്ഞിങ്ങോട്ട് പോവാ. പെട്ടെന്ന് രേവതി പായം തലവണയ്ക്ക് എടുക്കാൻ തുടങ്ങിയപ്പോ ലക്ഷ്മിയമ്മ ചോദിച്ചു, നീ എന്താടി കാണിക്കണേ, നിനക്ക് വല്ല ബോധം ഉണ്ടോ നിക്ക്? എന്താമ്മേ ഇത് ആടിമാസം എന്നോർത്തോണ്ട് എന്റെ ദൈവം, ഈ പെണ്ണിനോട് ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞ് എങ്ങനെയൊന്നും മനസ്സിലാക്കി കൊടുക്കുന്നേ? അതെ അമ്മ ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ആടിമാസ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതെ സച്ചേട്ടൻ മാത്രം മോള് കിടക്കുന്നുള്ളൂ, ഞാൻ ഇവിടെ വന്ന് താഴെ കിടന്നോളാം, മനസ്സിലായല്ലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവു പറഞ്ഞു, ഈ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? സച്ചേട്ടൻ വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ, വന്നൊരു ദിവസം നിന്നോർത്തിപ്പോ എന്താ സംഭവിക്കുന്നത്? അല്ല അവരുടെ അമ്മ പിന്നെ എപ്പോ നോക്കിയാലും അമ്മയ്ക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. എന്റെ അമ്മേ, സച്ചേട്ടൻ സന്തോഷത്തോടുകൂടി അവിടെ ഇന്ന് പോയി കിടന്നോട്ടെ, വെറുതെ എന്തിനാ ചേച്ചിയുടെ ചേട്ടന്റെ എല്ലാ സന്തോഷം കളയുന്നേ? അമ്മയൊന്നും മിണ്ടായിരിക്കാൻ പറയാണ്. അങ്ങനെ ദേവ് പറഞ്ഞു കഴിഞ്ഞപ്പോ രേവതിയെ പായം തലണയൊക്കെ ആയിട്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് സമനില തെറ്റിയപ്പോൾ ലക്ഷ്മിയമ്മ ഇരിക്കുകയാണ്. അപ്പൊ ദേവു ശരത്തും കൂടെ വന്ന് ലക്ഷ്മിയമ്മനെ കളിയാക്കുക. കാരണം ദേവുവിനറിയാം അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളമായിട്ടുണ്ട്. ഒരു പക്ഷെങ്കില് ആ സ്ത്രീ വിളിച്ചിട്ട്, ആ ചന്ദ്രമതി എന്ന് പറഞ്ഞ ദുഷ്ട വിളിച്ചിട്ട് എന്തേലും പറയുമോന്നറിയില്ല. അതിന്റെ വെപ്രാളം വിഷമമെന്ന് ദേവുവിനൊക്കെ അറിയാം. ഈ സമയം ഗജാനന്ദന്റെ ഗുണ്ടകളും കൂടെ രേവതി വീണ്ടും താഴെ വന്നു. ഓടി വന്നിട്ട് നോക്കി നിൽക്കുക. കാരണം എല്ലാരും ഒന്ന് ഉറങ്ങിയിട്ട് വേണം കയറി ചെല്ലാനായിട്ട്. ഗജാനന്ദനോട് എന്ന് ഗുണ്ടകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതി വന്നിട്ടുണ്ട്, സച്ചി കൊണ്ടുവിട്ടിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രേവതി 2-3 ദിവസം കൂടെ കാണുമല്ലോ. അപ്പൊ രേവതിക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരം ഇത്. രേവതിക്കിട്ട് മാത്രല്ല സച്ചിക്കിട്ടും. കാരണം തന്നെ അടിച്ചവനെ നാട്ടുകാരെല്ലാം മുന്നിട്ട് അവനെ വെറുതെ വിട്ടുകൂടാ. അവന്റെ ഭാര്യനെ ഇന്ന് പൊക്കിക്കൊണ്ട് പോകണം രേവതിനെ. കുറെ നാളത്തെ ആഗ്രഹമാ. അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ച ഗജാനന്ദൻ വന്ന് നിൽക്കുന്നത്. എല്ലാരും ഉറങ്ങട്ടെ, ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം കയറി ചെല്ലാനെന്നുള്ള വ്യക്തി നിൽക്കുകയാണ്. ഈ സമയമാണ് രേവതി പായും തലണയൊക്കെ ആയിട്ട് ടെറസയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പൊ ഗജാനന്ദൻ നോക്കുമ്പോൾ ഒരു പായൊക്കെ ആയിട്ട് രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ സച്ചിനെ കണ്ടില്ല. സച്ചി ഇപ്പുറം മാറി നിന്നത് കണ്ടുമില്ല. ഓഹോ, ഇതെന്താ ഇവിടെ ടെറസിലേക്ക് പോന്നെ? ഓ, ചിലപ്പോ മുറി ചൂടായിട്ടായിരിക്കും ടെറസിലേക്ക് പോന്നെ. കൊള്ളാം, നമ്മുടെ പണി എളുപ്പമായിട മോനെന്ന് പറയാണ്. ഈ സമയം ഗജാനന്ദൻ കൊണ്ടുപോകും. ശരിയാണ്, നമുക്ക് ടെറസിലാണ് എളുപ്പമുണ്ട് അവളെ പൊക്കിക്കൊണ്ട് പോകാനായിട്ട്. ഇന്നത്തോടുകൂടി സച്ചിയുടെ രേവതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയാം. അങ്ങനെ സന്തോഷിച്ച് അവര് നിൽക്കുകയാണ്. ഈ സമയത്ത് രേവതി സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് പായം തലവണയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, അതെ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ രാത്രി നല്ല തണുപ്പായിരിക്കും, അല്ലെ മഴ എന്തേലും പെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്കറിയാന്ന് പറയാം. എനിക്ക് ഇനിയിപ്പം മഴ എങ്ങാനും പെയ്യുവാണെങ്കിൽ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നോളാന്ന് പറയാം. ശരിയെന്ന് പറയും. അല്ല നീ ഇന്നലെ ഉറങ്ങിയോന്ന് ചോദിക്കുവാണ് രേവതിയോട്. അതാ അങ്ങനെ ചോദിച്ചേ? എനിക്ക് ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ലെന്ന് പറയും. അതെന്താ ഉറക്കം വരാത്ത? എന്താണെന്നറിയത്തില്ല. ഓ, ഞാനില്ലാത്തോണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, നീ ഇല്ലാത്തോണ്ടാണോ അല്ലയോ എന്ന്. ഒരു പക്ഷേങ്കില് ഇത്രയും ദിവസം നീ മുറിയിലുണ്ടായിരുന്നല്ലോ, വഴക്കിട്ട് ഒക്കെയല്ലേ നമ്മൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നേ. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരാൾ മുറിയിൽ നിന്ന് മാറി കഴിയുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് അതാന്ന് തോന്നേ. ഇത് കേട്ടൻ രേവതി ചോദിച്ചു, അല്ലാതെ വേറൊന്നുമില്ല? വേറെ ഇപ്പൊ എന്തായിരിക്കുന്നേ? വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറയാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, ശരി, അല്ല നീ ഉറങ്ങിയില്ലയോ? നീ അതിനെക്കുറിച്ച് നീ പറഞ്ഞില്ലോ. ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി, എന്റെ വീട്ടിലല്ലേ ഞാൻ വന്നേ, അപ്പൊ എനിക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങാലോ എന്ന് പറയാം. ശരിക്കും പറഞ്ഞ രേവതിക്ക് ഉറക്കം വന്നില്ല. പക്ഷെ സച്ചിയുടെ കേൾക്കാൻ അങ്ങനെ പറയാനായിട്ട് പറ്റില്ലോ. ഈ സമയം ലക്ഷ്മിയമ്മ താഴേന്ന് വിളിച്ചു, രേവതി നീ വരുന്നില്ലേ കിടക്കാനെന്ന് ചോദിക്കാം. രേവതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയണം. അതെന്താ, നീ ഇറങ്ങി പൊയ്ക്കോളാൻ പറയണം. ഞാൻ പോയിക്കോട്ടെ നീ ചോദിക്കോ? പോയിക്കോ. പിന്നീട് രേവതി വീണ്ടും അങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുക. രേവതിക്ക് എന്തോ സച്ചിയുടെ അടുത്തൊന്ന് പോകാനായിട്ട് മനസ്സിലായിരുന്നു. പക്ഷെ സച്ചി പൊക്കോളാനും പറഞ്ഞു. രേവതി പറഞ്ഞു, ശരി ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ താഴേക്ക് എന്നപ്പോ ചോദിച്ചു, നീ അവിടെ എന്തെടുക്കുമായിരുന്നു ലക്ഷ്മിയമ്മ ചോദിക്കുക. അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ഈ ടെൻഷൻ അടിക്കണേ?
എന്റെ ഭർത്താവിന്റെ കൂടെയല്ല ഞാൻ ഇരിക്കുന്നത്, വേറെ നാട്ടുകാരുടെ കൂടെ ഒന്നും അല്ല. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഇത്രമാത്രം വിഷമോ വേദനകളൊക്കെ തോന്നാൻ കാരണം എന്താ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആൾക്കാർ അതൊന്നും പറയുന്നോ അല്ലെങ്കിൽ നാട്ടുകാർ എന്തെങ്കിലും പറയുന്നോർത്ത് അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആടിമാസം വന്നോർത്തോണ്ട് എന്റെ അടുത്തേക്ക് വന്നെന്നോർത്തോണ്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പറഞ്ഞ കേട്ടുള്ള പറഞ്ഞ് രേവതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം ആകപ്പാടെ സമനില തെറ്റിയ പോലെയായിരുന്നു ചന്ദ്രമതി. രണ്ടുപേരും പിരിക്കാനായിട്ട് കൊണ്ടേ വിട്ടതാ, എന്നിട്ടാണ്ടേ അവളുടെ അടുത്തേക്ക് പോയേക്കുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ. സച്ചിൻ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. ഒരു കാര്യം ചെയ്യാം, ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം, ലക്ഷ്മീനെ തന്നെ വിളിച്ചു നോക്കാം. ലക്ഷ്മീനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടപ്പം പോയി എടുത്തു നോക്കി. ചന്ദ്രമതി ചേച്ചിയാണ്. എന്റെ ഭഗവാനെ, എന്തേലും അറിഞ്ഞിട്ടാണോ? ഈ സമയം രേവതി വന്നിട്ട് ചോദിച്ചു, എന്താമേ? ദേ നിന്റെ അമ്മായിമ്മ വിളിക്കുന്നു, ഇതൊക്കെ വല്ല അറിഞ്ഞിട്ടാണെ തീർന്നു. ദേവ് പറഞ്ഞു, അമ്മ കോൾ എടുക്ക്, എനിക്ക് പേടിയാ, ഇനി അവരെന്തൊക്കെയാ പറയാൻ പോണെന്ന് അറിയത്തില്ല. എന്റെ അമ്മേ കോൾ എടുക്കാൻ പറഞ്ഞ് രേവതി ഫോൺ കോൾ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുവാണ്. ഹലോ, എന്താ അച്ഛി വിളിച്ചെന്ന് ചോദിക്കാണ്. നിനക്ക് നാണമില്ലേന്ന് ചോദിക്കാൻ ലക്ഷ്മിയമ്മയുടെ. എന്താ എന്താ കാര്യം എന്താ? അല്ല, അവരെ രണ്ടുപേരെ ആടിമാസമായിട്ട് മാറ്റിയെടുത്താൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവനെ വിളിച്ച് അകത്തേക്ക് കയറ്റി വെച്ചിരിക്കുവാണെന്ന് ചോദിക്കുക. ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു, അല്ല ഞാൻ വിളിച്ചതല്ല. പിന്നെ നിങ്ങൾ വിളിച്ചില്ല, നിങ്ങളൊരു പുണ്യാളത്തെയാണല്ലോ. മോള് പോയ ഉടനെ എന്റെ മോനെയും കൂടെ അങ്ങോട്ട് പോന്ന്, എന്റെ മോനെയും കൂടെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലേ? ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ അതും ഈ ആടിമാസത്തില്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറയാം. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് അറിയത്തില്ല. ലക്ഷ്മി പറഞ്ഞ, അല്ല അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട, പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. അതെ, പെട്ടെന്ന് രേവതി പറഞ്ഞു, ഉറങ്ങിയെന്ന് പറയാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ സച്ചി കിടന്ന് ഉറങ്ങിയെന്ന് പറയണം. ഉറങ്ങിയോ? അതെ, അവൻ ടെറസിലേക്ക് പോയിട്ടുണ്ട് ഉറങ്ങാനായിട്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, രണ്ടുപേരും രണ്ടു മുറിയിലാ കിടക്കണേ, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അതെ, ഞാനിങ്ങനെ അറിയും, നിങ്ങൾ അവിടെ നിന്ന് ഓരോന്നിങ്ങനെ പറയുന്ന മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ല ഞാൻ അവിടെ കൊണ്ട് CCTV ഒന്നും വെച്ചിട്ടൊന്നുമില്ലോ കാണാനായിട്ട്. ഇനിയിപ്പം ഒരു മുറിയിലാണെ പോലും നിങ്ങൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് ചോദിക്കാം. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്രമതി ചേച്ചി, ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേന്ന് പറയാം. അമ്മയുടെ പാവത്വമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് രേവതി പെട്ടെന്ന് ആ ഫോണും കൂടി പിടിച്ചു വാങ്ങി. എന്നിട്ട് പറഞ്ഞു, അതെ അമ്മ വിഷമിക്കണ്ട കേട്ടോ, സച്ചേട്ടൻ മുകളിലാ, ഞാനും ദേവും അമ്മയെല്ലാം ഞങ്ങൾ താഴെ കിടക്കണേ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രാവിലെ തന്നെ സച്ചേട്ടൻ അങ്ങോട്ട് വരും എന്ന് പറയണം. ഇത് കേട്ട ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ രേവതി വേണ്ട, നീ മയത്തി സംസാരിക്കുക, ദേഷ്യപ്പെട്ട് സംസാരിക്കണ്ടെന്ന് പറയാം. അപ്പൊ കൈ കൊണ്ട് ആകെ കടിച്ചു രേവതി, മിണ്ടായിരിക്കമ്മേന്ന്. ചന്ദ്രമതി പറഞ്ഞു, ഓഹോ അപ്പം നീ അവനെ മനഃപൂർവ്വം വിളിച്ചു വരുത്തല്ലേന്ന് ചോദിക്കും. അമ്മ എന്തൊക്കെയാ പറയണേ? ദേ ഞാൻ വിളിച്ചു വരുത്തിയൊന്നും അല്ല, അല്ല ആള് രാവിലെ അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുക. ചന്ദ്രമതിക്ക് ആകപ്പാടെ അടിയേറ്റ പോലെ കാരണം രണ്ടുപേരും പിരിക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആണ്ടേ അവൻ അവിടെ പോയി കൂടിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ ഗജാനന്ദനും ഗുണ്ടകളും കൂടെ കയറി വരുവാണ്. കയറി നേരെ ടെറസിലേക്ക് വരിക. ടെറസിലേക്ക് വന്ന് മൂടി പൊതിച്ച് കിടക്കുന്നുണ്ട്. ഓഹോ, അപ്പം നല്ല മൂടി പൊതിച്ച് നല്ല ഉറക്കുക. ഇത് തന്നെ പറ്റിയ അവസരം, തൂക്കി എടുത്തോണ്ട് പോകാൻ കിട്ടിയ അവസരമല്ലേ. അങ്ങനെ പതുക്കെ എന്ത് ചെയ്യാണ്, ആ പുതപ്പ് അങ്ങോട്ട് മാറ്റുവാണ്. പുതപ്പ് അങ്ങോട്ട് മാറ്റി എടുത്ത് പൊക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് ആ കാഴ്ച കാണുന്നത്. രേവതിയുടെ സ്ഥാനത്ത് സച്ചി കിടക്കുന്നു. ഒരു നിമിഷം ഗജാനന്ദനൊന്നും ഞെട്ടി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചി പതുക്കെ ചിരിച്ചോണ്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഈ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നേ, എനിക്കറിയായിരുന്നടാ ഗജാനന്ദ നീ വരൂന്ന്, നിന്റെ ഗുണ്ടകൾ നിന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗജാനന്ദൻ നിൽക്കുക. ഗജാനന്ദന് മനസ്സിലായി താൻ പെട്ടുപോയെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്ന കേട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ ചിലർക്കൊക്കെ സംശയമുണ്ട്, ഇതിപ്പോ നാളെ കാണിക്കുന്ന രംഗങ്ങളാണോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കാണിക്കുന്നതാണെന്നൊക്കെ. ഇനി ഇത് വരാൻ പോകുന്ന അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. ഞാന് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് ഇപ്പൊ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.